19ാം സീസണിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ ചെന്നൈക്ക് നിരാശയായിരുന്നു ഫലം. ഇതിഹാസ താരം MS ധോണി ഇല്ലാതെ ഇറങ്ങിയ ചെന്നൈ രാജസ്ഥാനോട് വീണത് 8 വിക്കറ്റിന്. ആദ്യ മത്സരത്തിൽ അടിതെറ്റിയ CSK സ്വന്തം ആരാധകർക്ക് മുന്നിൽ തിരിച്ചു വരാനാണ് ഇന്ന് ചെപ്പോക്കിൽ ഇറങ്ങുന്നത്. സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ് അടക്കമുള്ള വമ്പൻ ബാറ്റിംഗ് നിര രാജസ്ഥാനോട് മുട്ടുകുത്തിയത് ചെന്നൈക്ക് തിരിച്ചടിയായി. ചെന്നൈ അരങ്ങേറ്റത്തിൽ നിരാശപ്പെടുത്തിയ സഞ്ജുവിലാണ് പഞ്ചാബിനെതിരെ മത്സരത്തിൽ എല്ലാ കണ്ണുകളും. സഞ്ജു തകർത്തടിച്ചാൽ ചെന്നൈക്ക് കൂറ്റൻ സ്കോറിൽ എത്താനും വമ്പൻ ചേസിംഗ് നടത്താനും അനായാസം സാധിക്കും. ശിവം ദുബെയുടെ പവർ ഹിറ്റിംഗും ചേരുമ്പോൾ ഏതൊരു ബോളിംഗ് നിരയെയും തകർക്കാൻ ചെന്നൈക്ക് കഴിയും. കന്നി മത്സരത്തിൽ പതറിയ ചെന്നൈ ബോളർമാർക്ക് ചെപ്പോക്കിൽ വിക്കറ്റ് വേട്ടയ്ക്കുള്ള സുവർണാവസരം കൂടിയാണ്. സ്പിന്നിനെ തുണയ്ക്കുന്ന ചെപ്പോക്കിലെ പിച്ചിൽ നൂർ അഹമ്മദിലാണ് എല്ലാ പ്രതീക്ഷകളും. പരിക്കേറ്റ MS ധോണി പരിശീലനത്തിനിറങ്ങിയത് ശുഭസൂചനയായിട്ടാണ് ആരാധകർ കരുതുന്നത്. മറുഭാഗത്ത് പഞ്ചാബ് കിങ്സ് ഒട്ടും പിന്നിലല്ല. ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ത്രില്ലറിലെ ആവേശ ജയവുമായാണ് ശ്രേയസ് അയ്യറും സംഘവും എത്തുന്നത്. ബാറ്റിംഗ് ആണ് പഞ്ചാബിന് വെല്ലുവിളി. ഗുജറാത്തിനെ ചെറിയ സ്കോറിൽ എറിഞ്ഞിട്ടിട്ടും ബാറ്റിംഗിലെ തകർച്ച ടീമിനെ കാര്യമായി അലട്ടിയിട്ടുണ്ട്. ഗുജറാത്തിനെതിരായ ജയം ചെന്നൈക്കെതിരെ ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചാബ് കിങ്സ്. നേർക്കുനേർ കണക്കുകളിൽ ഇരുവരും തുല്യ ശക്തികൾ. ഇതുവരെ ചെന്നൈയും പഞ്ചാബും ഏറ്റുമുട്ടിയത് 32 മത്സരങ്ങളിൽ. ഇരു ടീമിനും 16 മത്സരങ്ങൾ വീതം ജയിക്കാനായി. ആർത്തിരുമുന്ന ചെപ്പോക്കിൽ ചെന്നൈക്കാണ് നേരിയ മുൻതൂക്കം. ചെപ്പോക്കിലെ മഞ്ഞക്കടലിന് മുന്നിൽ ചെന്നൈ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുമോ, അതോ കരുത്തരായ പഞ്ചാബ് ചെന്നൈയുടെ കോട്ട തകർക്കുമോ? ആവേശകരമായ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം.